ഹലോ കെഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇതേ ഞാൻ ചെടിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിംഗ് പണി നടക്കണ കാരണം കൊണ്ട് നല്ല കിറുകിറ് ശബ്ദം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. അപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. കണ്ടോ സൗണ്ട് കേട്ടോ? അപ്പോൾ ആ നല്ലൊരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇതേ ബാംഗ്ലൂരിലേക്ക് പോകുന്നോളൂ. നല്ല തണുപ്പും നല്ല മഞ്ഞും ഒക്കെയുള്ള സമയമാണ്. സൂര്യനൊക്കെ ഇതേ ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം എത്രയെന്നറിയാം നിങ്ങൾക്ക്? 8:30 മണിയായിട്ടോ. എന്ന് വെച്ചാൽ ഞാൻ സാധാരണ നമ്മൾ അതിരാവിലെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞും തണുപ്പുള്ള കാരണം കൊണ്ട് നമ്മൾ പുറത്തിറങ്ങി എനിക്ക് ഓൾറെഡി ഈ കഫും കോൾഡൊക്കെ ഉണ്ട് കേട്ടോ. കോൾഡില്ല, ചെറിയ ചുമയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിരാവിലെ ഇറങ്ങി വെള്ളം ഒഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മഞ്ഞൊക്കെ കൊണ്ട് നമ്മൾ വീണ്ടും കിടപ്പിലായി പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ അത്ര നേരത്തെ ചെടികൾക്ക് വെള്ളം ഒഴിക്കില്ലേ. പിന്നെ ഇപ്പോൾ 1.5 ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഈ തണുപ്പും ഈ ഒരു ക്ലൈമറ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് എന്താ പറയുക, ചെടികൾക്ക് നല്ലൊരു വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അധികം നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ബുദ്ധിമുട്ടല്ല, ഞാൻ പറയുകയാണ്, എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ നോക്കി കണ്ടൊക്കെ ചെടിയുടെ എന്താ പറയുക, നനവിനനുസരിച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബാംഗ്ലൂർ ഇപ്പോൾ അടിപൊളി ക്ലൈമറ്റാണ്, നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ആർക്കെങ്കിലും ബാംഗ്ലൂരൊക്കെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് വന്നേക്ക്. നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് കണ്ടിട്ടൊക്കെ പോവാം കേട്ടോ. നല്ല രസമാണ്. ഓക്കെ, നമ്മുടെ ചെടികളാണെങ്കിലും എല്ലാം നല്ല പച്ച കളറിൽ നല്ല രസമായിട്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ. നോക്കി നിങ്ങൾ, നല്ല രസമല്ലേ ചെടിയൊക്കെ കാണാനായിട്ട്. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഇതൊക്കെ നോക്കി കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കുറേ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളം തങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ചെടികളെ നനയ്ക്കാനായിട്ട് ഇന്നുള്ളൂ കേട്ടോ. എന്നാലും നനയ്ക്കാണ്ട് പറ്റില്ല. അപ്പോൾ വല്ലാണ്ട് വെയിൽ വരുന്നതിന് മുന്നേ ഞാൻ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ക്രിസ്മസും നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് വായിച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളുടെ ക്രിസ്മസൊക്കെ എവിടെ വരെ ആയി, എല്ലാവരും എന്താ പറയുക, അതിൻ്റെ ഒരുക്കത്തിലാണോ എന്നൊക്കെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ചെടിക്കുട്ടന്മാർക്ക് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഗുണ്ടായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല പോലെ നോക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ചെടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫോൺ തിരിച്ച് പിടിച്ചേക്കുന്നത്. ഈ ജമന്തിയൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നിറച്ച് ഇതൊരു കുഞ്ഞു ചെടിയാണ് കേട്ടോ. ഞാൻ വെറുതെ ഈ മുല്ല ചെടിയുടെ അവിടെ ഒരു കമ്പ് കുത്തി കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലിപ്പോൾ നിറച്ച് പൂവ് വന്നിട്ടുണ്ട്. ഇതുപോലെ അപ്പുറത്തെല്ലാം പൂക്കളുണ്ട്. അപ്പം ഇതിപ്പോൾ ജസ്റ്റ് വിരിഞ്ഞിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അത് കാരണം കൊണ്ടൊന്ന് കാണിച്ചു തന്നെ. ഞാൻ അടുത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു കുഞ്ഞു ബേബി ഉണ്ട്. അപ്പോൾ കുഞ്ഞു ബേബി കരഞ്ഞ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിറച്ച് കുട്ടികളാണ് കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് പുറത്ത് വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല കലബല സൗണ്ടൊക്കെ വരും. നമ്മുടെ മക്കൾ പിന്നെ മോശമൊന്നുമല്ല, പിന്നെ അവർ സ്കൂളിലേക്ക് പോയി. ഇവിടുത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ മക്കൾ നേരത്തെ പോകട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇതിനെ ജമന്തി എന്നാണോ ചെണ്ടുമല്ലി എന്നാണോ പറയുക? ജമന്തി എന്ന് തന്നെയാണ് പറയുക അല്ലേ? എന്താണെങ്കിലും ഈ പൂവ് നന്നായിട്ട് ഉണ്ടാവുന്ന സമയമാണ്, നന്നായി പിടിച്ച് കിട്ടുന്ന സമയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഞാൻ അടുത്തേക്ക് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇവിടെ വിരിഞ്ഞിട്ടുള്ള മറ്റു പൂക്കളും ഞാൻ കാണിച്ചു തരാം. ഒരു പൂ വേറെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ബെല്ല് പോലെ ഇരിക്കുന്ന പൂവാണ് കേട്ടോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയും എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയില്ല പേര്. ഇതെനിക്ക് അന്ന് വയനാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ സ്നേഹത്തോടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉണ്ടാവും. എൻ്റെ ഒരു അനുഭവമാണ്. ചെടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും പിടിച്ചു കിട്ടും. അങ്ങനെ പിടിച്ചു കിട്ടിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടത്. ആ ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് ചെടികളൊക്കെ പറിച്ചു തന്നത്. ഞാനതൊക്കെ പൊന്നുപോലെ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ട് വളർത്തി. വേറെ ഉണ്ട് കേട്ടോ ചെടികൾ, ഞാൻ കാണിച്ചു തരാം. അന്ന് ഞാൻ കൊണ്ടുവന്ന ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം 1 വർഷമായില്ലേ. അപ്പോൾ അന്നത്തെ ചെടികൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. അപ്പോൾ ആ ചെടിയിൽ ഇപ്പോൾ ഒരുപാട് പൂവുണ്ടാവുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ജമന്തിയൊക്കെ നല്ലപോലെ മുട്ടിട്ടിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വർഷം വയനാട്ടിൽ ട്രിപ്പ് പോയപ്പം എനിക്ക് അവിടുന്ന് തന്ന ഒരു ചേച്ചി തന്ന ചെടികളെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു കുഞ്ഞ് പ്ലാന്റ് ആയിരുന്നു ഈ ഒരു ചെടി കേട്ടോ. ഇത് ഇലച്ചെടിയാണ്, പക്ഷെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. ഭയങ്കര റേറ്റുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റും, പക്ഷെ ഞാൻ ഔട്ട്ഡോറാണ് വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഇല പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ, അത്രയും ഭംഗിയാണ് അത് കാണാനായിട്ട്. അതാ ഞാൻ പറഞ്ഞ് മനസ്സറിഞ്ഞ് കൊടുത്താൽ എന്തും ഉണ്ടാവും. അതുപോലെ സെൻറ്റുമല്ലിയൊക്കെ, ഇത് ഞാൻ മാലയിൽ നിന്ന് കിട്ടുന്ന സെൻറ്റുമല്ലിയില്ലേ, അത് വിത്തിട്ടിട്ട് ഉണ്ടായ പൂവാണ് ഇത്. അതുപോലെ ഇതും എനിക്ക് ആ ഒരു ചേച്ചി തന്നിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഒരു കമ്പ് പൊട്ടിച്ച് തന്നതാണ്, നല്ലോണം പൂവിട്ടിട്ടുണ്ടായിരുന്നു. ജമന്തി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴാണോ ഇതിൻ്റെ സീസൺ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പൂവ് നിറയെ വരാറുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഈ ഒരു ഡിസംബർ മാസം തൊട്ടാണ് ഇതിൻ്റെ പൂക്കാലം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. അപ്പോഴേ ഞാൻ ചെടിയൊക്കെ നനച്ചു, താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ, എൻ്റെ മുഖത്തേക്കൊക്കെ വെള്ളം വീഴും. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത് തന്നെ വളരെ സന്തോഷം. ചില സമയത്ത് ഈ മഞ്ഞൊക്കെ വീഴുമ്പോഴേ പെട്ടെന്ന് ചെടിയുടെ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ സ്കെൽട്ടം പോലെ നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. ചില ചെടികൾക്ക് ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അപ്പം ചിലതിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ വലിയ തെറ്റുകുറ്റില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് ഇനി പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ ഇന്നലെ രാത്രി 7 മണിയായപ്പോൾ ഫുഡ് കഴിച്ചതാണ്. എൻ്റെ വയറൊക്കെ ഇങ്ങനെ കത്തി പോകുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് ഇപ്പോൾ 57 ആയിട്ടുണ്ട് കേട്ടോ. 60 ആയിരുന്നു, 60.2 ആയിരുന്നു വെയിറ്റ്. ഇപ്പോൾ അത് 57-ൽ കറക്റ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചതിലും കഴിഞ്ഞ വേഗത്തിൽ നമ്മുടെ എന്താ പറയുക വെയിറ്റ് ലോസ് സംഭവിച്ചു. അത് ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ, വേറെ ഞാനൊരു എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അത് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തെറ്റില്ലാണ്ട് ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനത് അതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും അത് ചെയ്യാൻ തുടങ്ങിയത്. എനിക്കും വളരെ എഫക്റ്റീവായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് കൊണ്ടുവരാം. അപ്പോൾ ഇനി താഴെ പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ 9 മണി കഴിഞ്ഞ് കാണും, 9 മണി 9:30 ഒക്കെ ആയി കാണും കേട്ടോ. അപ്പോൾ നോക്കി നിങ്ങൾ 14-15 മണിക്കൂറോളം എന്താ പറയുക ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ആയിട്ടുണ്ട്. അത് മതി കേട്ടോ. 16 മണിക്കൂറൊക്കെ വളരെ മീൻസ് 20 മണിക്കൂറൊക്കെ എടുക്കണവരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറയുകയാണ് 16 മണിക്കൂറൊക്കെ മോർ ദാൻ ഇനഫാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 14-15 മണിക്കൂർ അത്രേ മാക്സിമം എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ക്രിസ്മസ് ടൈം എന്ന് പറഞ്ഞാലേ ഒരു പ്രത്യേക വൈബാണല്ലേ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ് കേട്ടോ ഇതൊക്കെ. അയ്യോ ഇതിൽ പറയാൻ വിട്ടുപോയി, ഇതിനകത്ത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഞാനത് വീഡിയോയിൽ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇല്ല, നമ്മൾ ആദ്യത്തെ ദിവസം ഇതിടണം നമ്മുടെ കയ്യിൽ ലൈറ്റിംഗ് പരിപാടി ഞാൻ ഒരെണ്ണേ കാണിച്ചുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആക്ച്വലി എൻ്റെ ഫോണിൽ നിറഞ്ഞിട്ട് എന്തോ സ്റ്റോറേജ് ഫുള്ളായിട്ട് എന്തോ ഞാൻ കാണിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കെട്ടുപോയി. എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞിട്ട്, കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതങ്ങ് കെട്ടുപോയി. ഇപ്പോൾ നമ്മൾ പുതിയ ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ശരത്തേട്ടൻ വന്നിട്ട് വേണം നമുക്കത് ഇടണമെങ്കിൽ. അതിനുള്ള ഒഴിവ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ മനസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അതുമ്പോൾ ഒരു പണിയെടുക്കാന്ന് പറയുന്നത് ഒരു മടിയാണ്. അപ്പം പിന്നെ നമ്മളത് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ മരം ഇങ്ങനെ ഭംഗിയിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനും പിന്നെ വിചാരിച്ചു അപ്പം അതൊക്കെ ഒഴിവ് പോലെ ചെയ്യാം എന്ന് വിചാരിച്ചു. അതപ്പോൾ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല, ഇതിലങ്ങ് ചുറ്റിയെടുക്കുക, കുത്തുക, അത്രയുള്ള പരിപാടി. എന്നാലും എനിക്ക് ശരത്തേട്ടൻ അത് ചെയ്തോട്ടെ എന്നുള്ള ഒരിത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിനൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ദോശയും ചമ്മന്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ തണുപ്പും ഇതൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങ് ഒരു എന്നുള്ള മട്ടാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വലിയ പണികളൊന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നീറ്റായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് വലിയ പണികളൊന്നുമില്ല. പിന്നെ എനിക്ക് ഇന്നലെ ഇവിടെ പെടലി ഒന്ന് ഉളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ എന്തായിട്ടും ഒരു കുന്ത്രണ്ടം മേലെന്ന് എടുക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തനുകുട്ടി വന്നിട്ട് വിളിച്ചു, അമ്മ ഞാൻ എന്തോ ഹൈറ്റിൽ നിന്ന് എടുക്കുന്ന കണ്ടപ്പോഴേ അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് അമ്മ വീഴല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തോ വിളിച്ചതാ.
ആ നേരം ഞാൻ പെട്ടെന്ന് തല വെട്ടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കഴുത്ത് ഒന്ന് ഉളുക്കി. അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് വലിയ പണികൾക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഒരു മീൻകറി തട്ടിക്കൂട്ടി വെച്ചുണ്ടാക്കണം, പിന്നെ നമ്മുടെ ചീരുപ്പേരും വെക്കണം. ഭാഗ്യത്തിന് ഞാനതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ല കാലത്തിന് ഞാനതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചീരയൊക്കെ അരിയാന്ന് പറഞ്ഞാൽ കുറേ നേരം നമ്മളിങ്ങനെ കുനുകുനുങ്ങനെ ഇരുന്ന് അരിയണ്ടേ. അപ്പം അത് കാരണം കൊണ്ട് അതൊക്കെ ഞാൻ ചെയ്ത് ഇന്നലെ വെച്ചിട്ടാണ് പെടൽ വിളിക്കിയത്. കാരണം അത് എടുത്ത് വെക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കഴുത്ത് ഒരുപാട് എനക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ശരത്തേട്ട വന്ന് പിന്നെ ചൂട് പിടിക്കലും മരുന്ന് വെക്കലും ഇതൊക്കെയായിരുന്നു. കുറേ ചികിത്സ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് നമുക്കിന്ന് പണികളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നീ ക്രിസ്മസിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. എനിക്ക് കേക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പ്ലം കേക്കും. എൻ്റെ വായിൽ വെള്ളം വരും പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ. എനിക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം, പക്ഷേ മടിയാണ് കേട്ടോ, മടി. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ സക്സസ് ആയിരുന്നു. പിന്നെ ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. നമ്മുടെ മുന്നത്തെ വർഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോസിൽ. പക്ഷെ ഇപ്പം എനിക്കൊരു മടിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാനത് മുന്നേ നമ്മൾ സോക്ക് ചെയ്തൊക്കെ വെക്കുമല്ലോ, ഈ നട്ട്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ ഞാൻ ചെയ്തില്ല, ഇപ്രാവശ്യം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. ഈ വാങ്ങാൻ കിട്ടുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കണോ എന്നുള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ചിലപ്പം നാട്ടിലൊക്കെ പോകണം എന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല, ലീവില്ല, അത് കാരണം കൊണ്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ അത് കാരണം കൊണ്ട് ഞാൻ അന്നേരം സോക്ക് ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു മടി. ഇനിയിപ്പോൾ വാങ്ങിച്ചേക്കാം, അല്ലെങ്കിൽ വല്ല സ്പോഞ്ച് കേക്കോ എന്തെങ്കിലും അറിഞ്ഞൂടാ. ഇനി ആ സമയമാകുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു വെളിച്ചപ്പാട് കയറുന്ന പോലെ എനിക്ക് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നും വരും. അപ്പോൾ എനിവേ ക്രിസ്മസ് വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപക്ഷെ എനിക്ക് ഓണത്തിനേക്കഴിഞ്ഞും ഓണം നമ്മുടെ അവിടെ തൃശ്ശൂർ പോവുകയാണെങ്കിൽ മാത്രമേ ഓണത്തിന് ഭയങ്കര ഒരു വൈബുള്ളൂ. പക്ഷേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഭയങ്കര ആഘോഷമാണ്, ഭയങ്കര ലൈറ്റിങ്ങും ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ടൈമും. എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം കേട്ടോ, നാട്ടിലെ കഴിഞ്ഞും ഇവിടെയാണ് എനിക്കിഷ്ടം. ഓണമൊക്കെ ആകുമ്പോൾ നാട്ടിൽ പോകാനായിട്ട് ഇഷ്ടമാണ്, ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഇഷ്ടം കേട്ടോ. നമ്മൾ സാധാരണ വല്ല ട്രിപ്പൊക്കെ പോകാനുണ്ട്, ഇപ്രാവശ്യം അറിഞ്ഞൂടാ, ലീവില്ല. അത് കാരണം കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോഴേ പോവുള്ളൂ. പോകാൻ വഴിയില്ല ലീവില്ലാത്ത കാരണം കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോയേനെ, മമ്മിയും അനിയത്തിയൊക്കെ വന്നിട്ടുള്ള സമയമാണ്. അപ്പോൾ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടേക്ക് പോയേനെ. അത് കാരണം കൊണ്ട് ട്രിപ്പിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു പിടുത്തലും ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. നാട്ടിലും പോകാൻ പറ്റില്ല കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ അത് കാരണം കൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഒതുങ്ങിക്കൂടാം. ഇത് കണ്ടോ, ചെറിയാണ്, ചെറി, കുട്ടിച്ചെറി. ഇത് ഒരു ചെറിയ പാക്കറ്റിന് എത്രയാണെന്ന് അറിയാം, 300 രൂപയാണ് കേട്ടോ ഒരു ചെറിയ പാക്കറ്റിൻ്റെ ചെറിക്ക്. ചെറുതാണെങ്കിലും വില വലുതാണ്, നല്ല വിലയുണ്ട് ഈ സാധനത്തിന്. പക്ഷെ നല്ല രസമുള്ള ഭംഗിയുള്ള കളറ്. ഈ ആക്ച്വലി ഇത്തവണ ഈ ചെറി വാങ്ങിച്ച് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയപ്പോഴാണ് എനിക്ക് മൊത്തത്തിലൊരു ചേഞ്ച് വന്ന പോലെ കേട്ടോ. ക്രിസ്മസ് ട്രീക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്തവണ. ഇനി ലൈറ്റും കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കും. രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊളി വൈബാണ് കേട്ടോ. ഞങ്ങൾ അധികം ഈ ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇടില്ല, ഈ മിനി ലൈറ്റ് മാത്രം ഇട്ടിട്ട് ഇതും വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട്. രാത്രി സമയത്ത് വല്ല സിനിമയൊക്കെ കാണാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല രസമാണ് ഈ ഒരു സമയം. അപ്പോൾ ഞാൻ കത്തി വെച്ച സമയം കാണാൻ എൻ്റെ വിശക്കുന്നു. എനിക്ക് 9:30 ആയിട്ടോ, 9:30 കഴിഞ്ഞ് എൻ്റെ പൊന്ന് എനിക്ക് വിശക്കുന്നുണ്ട്. 15 മണിക്കൂർ അങ്ങ് തികയ്ക്കാന്ന് വെച്ചാൽ എനിക്ക് വിശന്നിട്ടുമായി. ഇപ്പോൾ 14 മണിക്കൂറായുള്ളൂ. 14 മണിക്കൂറായി. 10:30 മതി. ഇനി നമുക്ക് ദോശ കഴിക്കാം. ഞാനപ്പോഴേ നമ്മുടെ ബെഡ്ഷീറ്റും ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് മേലേക്ക് പോയതാണ്. അപ്പോൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ പഴക്കച്ചവടക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരം അവൻ്റെ അടുത്ത് നിന്നാണ് പഴം മേടിക്കുന്നത്. അപ്പോൾ അതേ നെയ്ബർ ആൻറ്റിയൊക്കെ വന്ന് അവിടെ നിൽപ്പുണ്ട്. ആൻറ്റിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് മിണ്ടാണ്ട് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട നെയ്ബർ എൻ്റെ ആൻറ്റീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൻറ്റിയാണ്, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൻറ്റിയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് പതുക്കെ പഴവും മേടിക്കാം. ആൻറ്റീനെ ഒന്ന് മിണ്ടാതെ നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും എന്താണെന്ന് അറിഞ്ഞോട്ടെ, വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്താണാവോ, ഞാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും വീഡിയോയിൽ വരാൻ ഭയങ്കര ചമ്മലാണ്. നന്നായിട്ട് ഒരുങ്ങിയിട്ടില്ല, നന്നായി ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറയും. അപ്പം എന്നെ നോക്കിയാൽ ഞാനിപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ നിൽക്കുന്നത്, മേക്കപ്പ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? അല്ല, നമ്മൾ എങ്ങനെയാണോ എൻ്റെ പടി എന്ന് വെച്ചാൽ ഉറങ്ങി എണീറ്റിട്ട് കുളിച്ചിട്ട് പോലും ഇല്ല ഞാൻ. എനിക്കൊരു മടിയും തോന്നുന്നില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വീഡിയോയിൽ വരുന്നത്. അപ്പം വർത്താനിച്ച് നിന്ന് അവൻ്റെ സമയം കളയേണ്ട, നമുക്ക് പോയിട്ട് പഴം മേടിക്കാം. ആൻറ്റീനെയും ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ അടിക്കാം. എന്നാ ഞാൻ എന്തായാലും എടുക്കും. ഞാൻ എന്തായാലും സുന്ദരിയല്ല ആൻറ്റി. അപ്പോഴേ ഞാൻ പഴമൊക്കെ മേടിച്ചു വന്നു. ഇനി നമുക്ക് ചീര ഉപ്പേരി പെട്ടെന്ന് കാച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പപ്പടം കൂടിയും കാച്ചണം. കാച്ച മീൻസ് എന്താ പറയാ, കാച്ചെന്ന് വെച്ചെന്നതിൻ്റെ വേറെ മലയാളം. തൃശ്ശൂർ നമ്മൾ ചീരുപ്പേരി കാച്ചി, ഉപ്പേരി കാച്ച എന്ന് വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കുക. ഓക്കെ, ഉപ്പേരി മീൻസ് മെഴുക്കുവരട്ടി, ആ സാധനം ഉണ്ടാക്കുക. അതുപോലെ പപ്പടം കാച്ചാനായിട്ടും ഞാൻ എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മീനിൻ്റെ ഇടയിലേക്ക് കിടക്കും മുന്നേ മീൻ ചെയ്യണതിൻ്റെ ഇടയിൽ ഇതങ്ങ് കുക്കായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ കഴുത്ത് വേനയുണ്ട് കേട്ടോ. കണ്ടോ ചീര, ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ ചീരയാണ് കേട്ടോ. ഈ റെഡ് ഗ്രീൻ ഞാൻ മേടിച്ചതാണ്. അന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വീഡിയോയിൽ കണ്ടു കാണും. അപ്പം റെഡ് നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണ്. അപ്പം ഇത് ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചു. ഈ കഴുത്തുളുക്കൽ കാരണം വേദന എപ്പോഴും ഉണ്ട്. സ്റ്റിൽ എനിക്കിപ്പോൾ വേദന വരണ പോലെ ഉണ്ട്. കാലത്ത് എണീറ്റപ്പോൾ നല്ല വേദനയായിരുന്നു. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് കുറഞ്ഞത്. ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, സ്ട്രെയിൻ ചെയ്യുന്തോറും വേദന വരുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് ഇത് ചെയ്യാം. ചീരപ്പേരിങ്ങി ഉപ്പേരി കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ചെറിയുള്ളി അല്ല കേട്ടോ കാച്ചാനായിട്ട് എടുക്കണത്, സവോളയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ ശരത്തേട്ടൻ എന്നോട് ചോദിച്ചു, എനിക്ക് ഉള്ളിയോ എന്തെങ്കിലും ശരിയാക്കി തരണോ എന്ന് ചോദിച്ചു. ഞാൻ അതിന് കഴുത്ത് കുടുങ്ങിയിരുന്നിട്ട് വേദന വരണ്ട എന്ന് വിചാരിച്ചിട്ട് പാവം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഉള്ളി എടുത്ത് ശരിയാക്കിക്കോളാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞത്. മൂപ്പര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉള്ളി എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയുള്ളി എന്നാണ്. അപ്പം ഞാൻ ചെറിയുള്ളി എന്ന് എടുത്ത് പറയാത്തത് കാരണം കൊണ്ട് മൂപ്പര് ഒരു സവോള എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇത് കണ്ട അരിഞ്ഞ് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴും അവിടെ നോക്കിയപ്പോഴാണ് കണ്ടത്, അയ്യോ അരിഞ്ഞ് വരെ വെച്ചേക്കുന്നു. പിന്നെ 2 ഉള്ളി, ഇത് ഞാൻ രാവിലെ ചമ്മന്തിയിലേക്ക് അങ്ങാണ്ട് അരയ്ക്കാനായിട്ട്, ദോശയിലേക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തൊലി പൊളിപ്പിച്ചത്. അപ്പോൾ ഈ 2 എണ്ണം ഇതും പിന്നെ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലെങ്കിലും ഇതിനിപ്പോൾ വേസ്റ്റ് ആക്കാനായിട്ട് പറ്റില്ല. ഇത് ഇങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞ കാരണം കൊണ്ട് നമുക്ക് മീൻകറിയിലും ഇടാനായിട്ട് നിർവാഹമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ ചീരപ്പേരിനെ കാച്ചിട്ടെടുക്കാം. അപ്പോൾ എന്തായാലും സവോള, ഞാൻ ആദ്യമായിട്ട് സവോള ഇട്ടിട്ട് ചീരപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും രക്ഷയില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് സവോളയെങ്കിൽ സവോള. പിന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ചീരപ്പേരി സവോള വെച്ചിട്ട് കാച്ചാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ചൂടായിട്ട് വന്നിട്ടുണ്ട് എണ്ണ, നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇന്നാണ് ആരോ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ചീരയൊന്നും കാച്ചിനായിരിക്കും ഇലവർഗ്ഗങ്ങൾ കാച്ചുന്നതിലേക്ക് കറിവേപ്പില ഉപയോഗിക്കില്ല. എനിക്കതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഇതൊരു ശീലമായ കാരണം കൊണ്ട് ഞാനത് യൂസ് ചെയ്യാണ്. ഞാൻ സവോള ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ കഴുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ ഞാൻ ഉടനെ തന്നെ പെടലിയായിട്ട് നടക്കേണ്ടി വരും. എനിക്ക് കഴുത്ത് വേദന എടുക്കുന്നുണ്ട് ആക്ച്വലി. വേഗം ഇതൊന്ന് ആക്കി വെക്കട്ടെ. പപ്പടം അങ്ങോട്ട് ഒരു ഉഷാറില്ലാത്ത പപ്പടം അല്ലേ, ഇങ്ങനെ പോളയൊന്നും വരുന്നില്ല പപ്പടത്തിന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം കുറേ ദിവസം ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ് കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ പോളയൊക്കെ വരാണ്ടാവും. അപ്പോൾ ഞാൻ ദാ സവോള ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയല്ല, ഞാൻ ഇടിച്ച മുളകാണ് ചേർക്കുന്നത്. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു ശീലമാണ്, ഇടിച്ച മുളക് വെച്ചിട്ടാണ് നമ്മൾ മിക്ക ഉപ്പേരികൾ ഉണ്ടാക്കുന്നത്. പിന്നെ
ചിലർ മുളക് പൊടി ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു തരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇന്ന് ചേർത്തിട്ടില്ല. നല്ലോണം വഴറ്റിയതിന് ശേഷം മുളകിൻ്റെ കുത്തൊക്കെ മാറണം. അതിന് ശേഷം മാത്രം ചീരയുടെ തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ പച്ചക്കറികൾ നമ്മൾ ചൂടോടെ വേവിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നല്ല രസമാണ്. ഓരോന്നിടുമ്പോഴും ഓരോ ശബ്ദമായിരിക്കും. അപ്പോൾ ഞാൻ എന്താ തണ്ടൊക്കെ ഇതേ തട്ടിപ്പൊത്തി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് ഒരു തരി വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്തു. ബാക്കി അത് ആവിയിൽ വെന്തോളും. അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുടപ്പുളി ഞാൻ ഇത്തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. എൻ്റെ ഒരു കസിൻ എനിക്ക് തന്നതാണ് കേട്ടോ. നമ്മൾ അവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒന്നും തരാതെ തിരിച്ചു വിടാറില്ല കേട്ടോ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് തരും. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം എനിക്ക് ആൻറ്റി തന്നതാണ് ഈ ഒരു കുടപ്പുളി. പക്ഷേ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അതിനുള്ളതും ഇല്ലായിരുന്നു. പക്ഷേ എന്നെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് തന്നതാണ് കേട്ടോ, എന്തെങ്കിലും കൊണ്ടുപോക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആരെയും പിണക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേര് പറയുന്നില്ല. പക്ഷേ ആൻറ്റി എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനിതൊരു നല്ല കുപ്പി മേടിച്ച് അതിൽ വെച്ചേക്കുവാണ്. ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് തിരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. പുളി കഴുകിയിട്ടാണ് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അരപ്പും കൂടി തയ്യാറാക്കിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ, ഇത്രയും മാത്രം സാധനങ്ങൾ ചേർത്തിട്ടുള്ളൂ. എത്രമാത്രം കറിക്ക് തിക്നെസ് വേണോ അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി. ഞാനൊരു അരമുറിയൊക്കെയാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതും തയ്യാറാക്കിയിട്ട് അവിടെ വെച്ചു. ഇനിയാണ് ഞാൻ മീൻ നന്നാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നന്നാക്കിയിട്ട് വരുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് വരുന്ന മീനാണ് നമ്മൾ മേടിക്കാറുള്ളത്. ലിഷ്യസിൽ നിന്നാണ് സ്ഥിരം മേടിക്കാറുള്ളത് കേട്ടോ. വല്ലപ്പോഴും മാത്രമേ പുറത്ത് പോയിട്ട് മേടിക്കാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇന്ന് അയിലയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഫ്രഷ് അയിലയായിരുന്നു. സാധാരണ അത്ര നല്ല അയിലയൊന്നും ഇവിടെ കിട്ടാറില്ല. പക്ഷേ ഇന്ന് കിട്ടിയത് അത്യാവശ്യം നല്ല അയിലയായിരുന്നു. അപ്പോൾ അവരെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഉള്ളിൽ ഞാൻ എന്നാലും ഒന്ന് ക്ലീനൊക്കെ ചെയ്യാറുണ്ട്, കട്ട് ചെയ്യാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവർ കട്ടാക്കി തരും, പക്ഷെ ഞാനത് കട്ട് ചെയ്യാണ്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് ചെറുതാക്കാം. എനിക്ക് കറി വെക്കാനല്ല, പിന്നെ ഇതിൻ്റെ തലയെടുത്ത് സെപ്പറേറ്റ് ആക്കണം. ഞാൻ തലയോട് കൂടിയിട്ട് കറി വെക്കാറില്ല. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റിയിലൊന്നും എനിക്ക് കറി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആകെ 2-3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചല്ലേ കറിയോ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തലയും സെപ്പറേറ്റ് ആക്കി നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചീരത്തണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ മീനൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്തു, അരപ്പെല്ലാം അരച്ചെടുത്തു. ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് കറി ആക്കുന്നുണ്ട്. ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്ത് വെച്ചു കേട്ടോ. ചീരയാണോ വാട്ടിയെടുത്താൽ തന്നെ ഇതിനപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മീനിന്റെ പരിപാടികൾ നോക്കാം. അതിന് മുന്നേ ചീര ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. കുറേശ്ശെ ഇടാൻ പറ്റുള്ളൂ, കാരണം എന്ന് വെച്ചാൽ നിറയും. ഇത്രയും വലിയ പാത്രം എടുത്തിട്ട് വരെ ഇത് ഫുള്ള് നിറഞ്ഞു കേട്ടോ. ചീര അങ്ങനെയല്ല, പക്ഷെ ഒതുങ്ങി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും 2 കെട്ട് ചീര മേടിക്കുന്നത്. തനുകുട്ടിക്ക് നല്ലോണം ചീര കഴിക്കാൻ കൊടുക്കും. അവൾക്ക് ഹെയറിനൊക്കെ പ്രശ്നമുള്ള കാരണം കൊണ്ട്. എന്നാൽ ആരും കമൻറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു അവരുടെയും കുട്ടിയുടെ മുടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഗ്രേ ഹെയർ വരുന്നുണ്ട് എന്നുള്ളത്. ഒരുപാട് നമ്മുടെ ഇലക്കറികൾ കൊടുക്കണം കേട്ടോ. തനുകുട്ടിയിൽ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും വൈറ്റമിൻസിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന ഗ്രേ ഹെയർ മാറാനായിട്ട് കുറച്ച് സമയം എടുക്കണം. എങ്ങനെ പോയാലും ആ ഒരു പ്രശ്നം ഇപ്പം തനുകുട്ടിക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ചീര കൊടുക്കല്, ഇലവർഗ്ഗങ്ങൾ കൊടുക്കല്, പാലക്ക്, ചീര, പിന്നെ നമ്മുടെ മേത്തീര ലീഫ്, ഇതെല്ലാം കൊടുക്കും അവൾക്ക്. അങ്ങനെ കുറച്ചും കൂടി ശ്രദ്ധിച്ചപ്പോഴാണ് കേട്ടോ ഇപ്പൊ വൈറ്റമിൻസ് ഒക്കെ നേരെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത പരിപാടി നമുക്ക് ആ ഗ്രേ ഹെയർ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതിന് എന്താ ഇനിയിപ്പോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടോ. വന്ന് കഴിഞ്ഞ സാധനം ഇനി എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ഇത് ഒച്ചിരി ഒതുങ്ങിയിട്ട് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഈ തണ്ടിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ലാസ്റ്റ് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ.
ചീരയുടെ ഇല ഒന്ന് ഒതുങ്ങി കിട്ടാൻ കുറച്ച് സമയമെടുത്തു. ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും മീനിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ ചതച്ച് ചേർത്തു. കറിവേപ്പില ഇട്ട് ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മീനും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്തു. നേരെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒഴിച്ച് ആവശ്യത്തിന് നീട്ടിയെടുത്തിട്ട് ഞാനതങ്ങ് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ വെന്ത് വരുമ്പോൾ കാച്ചൊഴിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചീരയും നല്ലോണം ഒതുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര ഉള്ളോട്ടെ നമ്മൾ എത്ര ചീര ഇട്ടതാ. ഇപ്പോൾ നോക്കിയാൽ ഒതുങ്ങി വന്നപ്പോഴത്തേക്കും 2 നേരം കഷ്ടി കൂട്ടാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചീരയുടെ കഥ. ചീര ഉപ്പേരി റെഡി. പിന്നെ ഉപ്പ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ 2 കഷ്ണം അയില എടുത്ത് വറുത്തു. അയില വറുത്ത് വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മീൻ കറി റെഡിയായി. അതിലേക്ക് കാച്ചി വെച്ചിട്ടുണ്ട്. വെറും ചെറിയുള്ളി കാച്ചി വെച്ചു. അപ്പം തന്നെ അടച്ചു വെച്ചു. പിന്നെ അയിലതിരെ തല ഇരിപ്പുണ്ടെന്ന് ഓർത്തപ്പോഴത്തേക്കും അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചണിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ കൂട്ടാൻ റെഡിയായി, ചീരപ്പേരി റെഡിയായി, പപ്പടം കാച്ചി, പിന്നെന്താണ് മീൻ വറുത്തു, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ മതി കേട്ടോ. ഇതൊക്കെ ധാരാളമാണ്. ലാവിഷായിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കൊരു മടി വന്ന പോലെ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എന്നാലും എനിക്കൊരു ടയേർഡായ പോലെ തോന്നി. എനിക്ക് ബാക്ക് പെയിൻ അല്ല, കഴുത്ത് വേദനയുള്ള കാരണം കൊണ്ടാണോ എന്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിങ്ങനെ കിടക്കണം എന്നുള്ളൊരു ത്വര വരുന്നുണ്ട്. ഞാനിപ്പോൾ പോയി കിടന്ന് ഉറങ്ങി പോവും. അപ്പോൾ സാധാരണ ഉച്ചയ്ക്ക് മുന്നേ കുളിക്കുന്നതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ കുളിക്കും. അപ്പോൾ തനിക്കുട്ടി വന്നിട്ട് അവളെ കുളിപ്പിച്ചിട്ട് ഞാൻ കുളിക്കണോ അതോ ഇപ്പോഴേ ഞാൻ പോയി വേഗം കുളിക്കണോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നപ്പോൾ ഇതൊക്കെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കഴുത്ത് നമ്മൾ ഇവിടെ ഞാൻ അധികം തിരിയുന്നില്ല, ഇങ്ങനെ ഇരുന്നിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ, ചെറുത്. ഇതാണ് നമ്മൾ കുട്ടികളുടെ ചെറുപ്പത്തിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പരീക്ഷണാർത്ഥം വാങ്ങിച്ചത്. കാരണം ഇവർ വലിച്ചിടില്ലേന്നൊന്നും അറിയില്ല. അന്നേരം ഇവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വലിയ ക്രിസ്മസ് ട്രീ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങളൊരു സാധനം കണ്ടോ, ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ നമ്മുടെ നൈബറിൻ്റെ ഷോപ്പ് പുതിയതായിട്ട് അവർ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അന്നേരം മേടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കട്ടെ. ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ. അതിൻ്റെ ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ഷോപ്പുകളിൽ പോകുമ്പോൾ ഭയങ്കര രസമല്ലേ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും, അത് ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ നെയ്ബറിൻ്റെ കടയിലേക്ക് കയറി വന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ. അടിപൊളി ഒരു മാനാണ്. നല്ല തിളക്കം. രൂപ ചോദിച്ചപ്പോൾ 10,000. ഹായ് ബായ് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കുറേ ഐറ്റംസ് ഉണ്ട്. പുതിയ ഷോപ്പായതുകൊണ്ടൊക്കെ കുറേ യുണീക്കായിട്ടുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ആ തീമിനനുസരിച്ചാണ് ഇപ്പോൾ തൽക്കാലം എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. ഒത്തിരി സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. കൂട്ടത്തിൽ ഇതിന് റെയിൻഡിയർ എന്നാണ് പറയാൻ തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്താ പറയുക, എന്ത് കണ്ടാലും എടുക്കാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ചില ഐറ്റംസൊക്കെ ഭയങ്കര യുണീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഡെക്കോർ ഐറ്റംസ്. എന്തെല്ലാം സാധനങ്ങളാണല്ലേ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് നമുക്ക് എന്ത് വേണം എന്നുള്ളൊരു ചോദ്യമാണ്. ഏതെടുത്താലും അത് വേണം എന്നിങ്ങനെ തോന്നും. അത്രയ്ക്കും അട്രാക്റ്റീവായിട്ടാണ് കേട്ടോ ആ ഷോപ്പിൽ സാധനങ്ങൾ ഇരുന്നിരുന്നത്. എനിക്ക് എന്തെടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ തന്നെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് നിർത്തിയത് കേട്ടോ. അപ്പോൾ ഈ അപ്പൂപ്പനെ കണ്ടോ, നല്ല അപ്പൂപ്പനല്ലേ, ക്രിസ്മസ് പപ്പയാണോ ക്രിസ്മസ് പാപ്പയാണോ എന്താണെങ്കിലും നമ്മളുടെ നൈബറാണ് ഇരിക്കുന്നത് കേട്ടോ. ഷീസ് പ്രഗ്നൻറ്റ്. അപ്പോൾ ഇപ്പോൾ 7 months ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഹസ്ബൻഡും പിന്നെ അവരുടെ അച്ഛനും ഒക്കെയാണ് ഷോപ്പിൽ ഉണ്ടായിരുന്നത് കേട്ടോ. Hi guys, ഞങ്ങൾ എന്തെല്ലാം ഇതൊക്കെ
അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പോയിട്ട് ഇപ്പൊ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ക്രിസ്മസ് ട്രീ മേടിച്ചിട്ടുണ്ട് ചെറുത്. ഇത് നമുക്ക് TV സ്റ്റാൻഡിന്റെ ഭാഗത്തൊക്കെ വെക്കാൻ വേണ്ടിട്ട്. തനുകുട്ടി ഇത് അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ സാധാരണ ഡെക്കോർ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ബോൾസ്. പിന്നെ ഇത് കണ്ടോ ചെറി തന്നെയല്ലേ ആ സാധനം. ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ കുത്തിച്ച് നല്ല ഭംഗിയാക്കാം. അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കുത്തി വയ്ക്കാം. പിന്നെ ഒരു ക്രിസ്മസ് പപ്പേനെ മേടിച്ചിട്ടുണ്ട്. അത് എവിടെയെങ്കിലും തൂക്കിയിടണം. നമുക്ക് കാണുന്ന എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിടാം. അതുപോലെ ഇത് ട്രീ ടോപ്പാണ് കേട്ടോ. ഈ ട്രീന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് വെക്കാനായിട്ടുള്ള ട്രീ ടോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതും കളർഫുൾ ആയിട്ടുള്ള ബോർഡ്സ് കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടുന്ന് മേടിച്ചതാണ്. ഇതെല്ലാം ഡെക്കറേറ്റീവ്സ് ഒക്കെ തന്നെ. സ്നോമാൻ, പിന്നെ ഡ്രംസ്, പിന്നെന്താ ബെല്ല്, ബോൾസ്, അങ്ങനെ കുറെ മറ്റേ കായ്ക്കനികൾ ഇതിലൊക്കെ തൂക്കിയിടാനായിട്ട്. അത് ട്രീ ടോപ്പ് ആണ് കേട്ടോ. ഇതിന്റെ മേലെ നമുക്ക് ഇങ്ങനെ വെച്ചാൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് ലാസ്റ്റ് വെക്കാം. ക്രിസ്മസ് പാപ്പേനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും തൂക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ല എവിടെയെങ്കിലും തൂക്കാം. ഓൾറെഡി അതിലൊരു ക്രിസ്മസ് പാപ്പ ഉണ്ട്. വേണമെങ്കിൽ അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിനെ അങ്ങോട്ടേക്ക് വെക്കാം. നമുക്ക് പുതിയ പപ്പനെ അങ്ങോട്ടേക്ക് വെക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ഇനി സമയം കളയുന്നില്ല. ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഇതൊക്കെ ഈ അലങ്കാര പണികളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചിട്ട്, ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ട് മേടിച്ചതാണ്. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് തൂക്കാം. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് അവിടെ ഇവിടെ മാത്രമേ തൂക്കേണ്ടതായിട്ട് വന്നുള്ളൂ കേട്ടോ. കുട്ടികളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. താഴെ ഇരിക്കുന്നത് അവരാണ് കേട്ടോ. ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കിടയിൽ പനി വന്ന കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഇത്തിരി വൈകി പോയത്. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാനിത് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. ഇത് ലാസ്റ്റ് വീക്കിൽ വെച്ച് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇച്ചിരി ലേറ്റായി പോയി. എൻ്റെ കുട്ടികൾക്ക് വയ്യാത്ത കാരണം എനിക്ക് എഡിറ്റിംഗ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് ലേറ്റായി പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞാൻ ഈ ഐറ്റം. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് ആക്ച്വലി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഈ പുൽച്ചൂല് ഉണ്ടാവില്ലേ, പുൽച്ചൂല് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊരു ചെടിയുണ്ട്. ആ ചെടി വെട്ടി ഉണക്കിയിട്ട്, ഞാനിത് ഫേസ്ബുക്കിൽ കണ്ടതാണ്, അതുവരെ എനിക്കറിയില്ലായിരുന്നു. ചെടി വെട്ടി ഉണക്കിയിട്ട് അതിൻ്റെ എന്താ പറയുക, ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഈ നീളത്തിലുള്ള സാധനങ്ങൾ ഇതിപ്പോൾ നിറച്ചിങ്ങനെ അതിൻ്റെ ഒരു പുല്ലിൻ്റെ ആ ഒരു പൊടി വീഴത്തില്ലേ നമ്മൾ അടിച്ചു വരുമ്പോൾ, ആ സാധനം ഉണ്ടാവും. അതൊക്കെ കൊഴിഞ്ഞു പോകും ഉണക്കണ സമയത്ത്. ഒരുവിധമൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പം അത് ഉണക്കി കഴിഞ്ഞതിന് ശേഷം ആണ് പുല്ലിൻ്റെ ചൂലുണ്ടാക്കുന്നത്. അപ്പം അതേ സാധനമാണ് ഇവർ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടു, ഇതൊക്കെ ഈ ഇലയൊക്കെ ഒറിജിനലാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കാണുന്ന ഈ ബോൾസ് മാത്രം തെർമോക്കോളിൻ്റെ ആണ്. നമുക്ക് കാണുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ആർക്കെങ്കിലും വീട്ടിൽ ഈ പുൽച്ചൂലിൻ്റെ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഞാൻ നമ്മുടെ ഈ ക്രിസ്മസ് വൈബിനോട് ചേർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേടിച്ചത് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിന് അവർ മേടിച്ച റേറ്റ് ഒരെണ്ണത്തിന് 250 rupees അങ്ങാണ്ടായിരുന്നു തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ 3 മേടിച്ചോളൂ. എനിക്കൊരു 5-6 മേടിച്ച് വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കൊഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ പോയി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 മേടിച്ചു. ക്രിസ്മസിൻ്റെ ആ കളേഴ്സ് സിൽവർ, ഗോൾഡ്, റെഡ് നമ്മുടെ ക്രിസ്മസിൻ്റെ കളേഴ്സാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനിത് മേടിച്ചത്. ഇത് ഇവിടെ എടുത്ത് വെക്കട്ടെ, എനിക്ക് കഴുത്ത് വേദനയുള്ളതുകൊണ്ട് തിരിയട്ടെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് DIY ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഇതുപോലെ ആ ചെടി കിട്ടുകയാണെങ്കിൽ ഉണക്കിയതിന് ശേഷം
അതിൻ്റെ ഇതൊക്കെ കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും പശ മുക്കി അടിച്ചിട്ട് നേരെ ഈ കളേഴ്സ് എന്താണോ ഇതങ്ങ് വാരി വിതറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ. ആക്ച്വലി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അതിനെ കഴിഞ്ഞും നേരിട്ട് കാണാനാണ് ഇത് ഭംഗിയായിട്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പിന്നെ തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടാക്കുക. ബോൾസൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും തെർമോക്കോളിൻ്റെ. അത് വാങ്ങിക്കുക. അതും ഇതുപോലെ ഇതിൽ മുക്കുക. ഗിൽട്ട്, ഞാൻ മറന്നുപോയി, ഗിൽട്ട് ഈ സാധനത്തിൽ മുക്കുക. നേരെ കൊണ്ടുപോയി ഒട്ടിച്ച ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഐറ്റം, ഡെക്കോർ ഐറ്റം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചിവിടെ ഈ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. ഈ ഗിൽറ്റ് ഇവിടെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. ആ ഒരു ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി ശരത്തേട്ടൻ വന്നിട്ട് ഇതിൽ ലൈറ്റ്സൊക്കെ ഇടണം. ഇന്ന് തന്നെ ഇടിയിക്കണം. ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ശരത്തേട്ടനെ കൊണ്ട് ഇന്ന് ലൈറ്റ്സ് ഇടിയിപ്പിക്കണം. ആക്ച്വലി എനിക്ക് ഇടാവുന്നതേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഈ കഴുത്ത് വേദനയുള്ള കാരണം കൊണ്ട് ഞാൻ ഇടാത്തതാണ് കേട്ടോ. ഇനി ഞാനങ്ങാനും പുലിവാല് ഇതങ്ങനെ പോയി പിടിച്ച് എനിക്ക് കഴുത്ത് വേദന കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിൻ്റെ ക്രിസ്മസ് കുളം തോണ്ടി പോവും. അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ശരത്തേട്ടൻ തന്നെ ഇട്ടോട്ടെ. പിന്നെ നമുക്ക് മുകളിലൊരു ചെടി ഉണ്ട് കേട്ടോ, ക്രിസ്മസ് ട്രീ പോലത്തെ. അപ്പോൾ അതിൽ വേണമെങ്കിൽ അതിനെ ക്രിസ്മസ് ട്രീ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിന് വേറെ എന്തോ ഒരു പേരുണ്ട്. ക്രിസ്മസ് ട്രീ തന്നെയാണോ അത്? എന്താണെങ്കിലും അതിൻ്റെ രൂപത്തിലുള്ള ഒരു ചെടി നമ്മുടെ അവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ എടുത്തു കൊണ്ടുവന്ന, എനിക്കിപ്പോൾ ഇത് വേദനയുള്ളതാണ്, അല്ലെങ്കിൽ ഞാനത് എടുത്തു കൊണ്ടുവന്നതിന്. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വലിയ ചെടി, എൻ്റെ ഹൈറ്റിനെ കഴിഞ്ഞും ഹൈറ്റ് ഉണ്ട് അതിന്. അത് വേണമെങ്കിൽ എടുത്തു കൊണ്ടുവരികയാണെങ്കിൽ അതിലും മാല ബൾബ് ഇങ്ങനെ ചുറ്റിയിട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. അതാണെങ്കിൽ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് അകത്തെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ശരത്തേട്ടൻ ചെയ്യുമല്ലേ എന്നൊന്നും എനിക്കറിയില്ല. മൂപ്പർക്ക് ഈ വക കാര്യങ്ങൾക്കൊക്കെ മടിയാണ് കേട്ടോ. ഭാരം എടുത്ത് പൊന്തിക്കുക, ഈ വക ഹാർഡായിട്ടുള്ള വർക്കൊക്കെ ചെയ്യാൻ നല്ല മടിയാണ്. ഞാൻ പിന്നെ കൂടെ ചെന്ന് ഇപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പിന്നെ നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ ഇത്രയും ഡെക്കോറൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ഇനിയുണ്ട് സാധനങ്ങൾ നമുക്ക് ഡെക്കോർ ചെയ്യാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ശരത്തേട്ടൻ വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഈ വേദന ഇച്ചിരി കുറയുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പം ഞാൻ പോയിട്ട് ഇനി എന്താ, ഞാൻ പോയിട്ട് കുളിച്ചാലോ എന്ന് ആലോചിക്കാം. എനിക്കിങ്ങനെ ഭയങ്കര ബോറിങ്, എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം ആഴ്ചയിൽ 2 ദിവസമൊക്കെ 2 ദിവസം 3 ദിവസമൊക്കെ തല കുളിക്കുന്നുള്ളൂ. എനിക്ക് ഈ കോൾഡ് ഭയങ്കര തണുപ്പായതുകൊണ്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നരാടൊക്കെ കുളിക്കും. ഇപ്പം 2 ദിവസം കൂടുമ്പോഴാണ് തല കുളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് കഴുകണം. തലയിലൊക്കെ ഇങ്ങനെ എണ്ണ പോലെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ 2 ദിവസമൊക്കെ തല കഴുകാണ്ടിരുന്നാൽ നമുക്ക് ഓയിൽ ഇറങ്ങുമല്ലോ. നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഹെയറും ഇതായിട്ടായിരിക്കുന്നത്. അപ്പോൾ തലയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വാഷ് ചെയ്യണം. പക്ഷെ ഈ കഴുത്ത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. എനിവേ, നമുക്ക് പോയിട്ട് ഇച്ചിരി നേരം കിടക്കാം. നമുക്കല്ല, ഞാൻ പോയിട്ട് കുറച്ച് നേരം കിടക്കട്ടെ. എനിക്ക് കഴുത്ത് വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ട് കുറച്ച് നേരം കിടക്കാനാണ് ശരത്തേട്ടൻ പറഞ്ഞത്. ഫോൺ ചെയ്തിട്ടുണ്ട്, ഒരു 10 വട്ടം എന്നെ ഫോൺ ചെയ്യും കേട്ടോ. എൻ്റെ ദൈവമേ, ജോലിക്ക് പോവുകയും ചെയ്യും, 10 വട്ടം ഫോൺ ചെയ്യും. എന്നിട്ട് ചോദിക്കും ഞാൻ വരണോ എന്ന് ചോദിക്കും കേട്ടോ. ഈ ചോദിക്കുന്ന നേരം കൊണ്ട് എന്താ പോവാണ്ടിരുന്നാൽ പോരെ എന്ന് ചോദിക്കും. എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ലീവൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഞാൻ പോകണോ അവിടെ ചെന്നിരുന്ന് ഫോൺ ചെയ്തിട്ട് ചോദിക്കും ഞാൻ വരണോ എന്ന്. അപ്പം എന്നാൽ പിന്നെ പോവാണ്ടിരുന്നാൽ പോരെയെന്ന് ചോദിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, ഈ ചൂടുവെള്ളം എടുത്തിട്ട് ബാഗിലാക്കിയിട്ട് കഴുത്തിൽ കുറച്ച് നേരം വെക്കുക. അങ്ങനെ പറഞ്ഞു. ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് അങ്ങനെ വെച്ച് തന്നിട്ടാണ് ഞാനൊന്ന് ഉറങ്ങിയത് കേട്ടോ. അത്രയും വേദന ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ പോയിട്ട് അതൊക്കെ ചെയ്യട്ടെ, അല്ലെങ്കിൽ എൻ്റെ കഴുത്ത് പെടലിയായിട്ട്, നിങ്ങളെന്നെ പെടലിയായിട്ട് കാണേണ്ടി വരും. അപ്പോൾ ഞാൻ പോയിട്ട് അതൊക്കെ ചെയ്യട്ടെ കേട്ടോ.